ഹലോ ഹായ് നമസ്കാരം. 2003 ഡിസംബർ 25 എന്ന് പറയുമ്പോൾ എൻ്റെ 13ാമത്തെ വയസ്സ് പൂർത്തിയായി. പിന്നെ ഒരു 6 മാസവും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ SSLC പരീക്ഷ എഴുതി, +2 പരീക്ഷ എഴുതി, ഡിഗ്രി പരീക്ഷ എഴുതി, ജോലിക്ക് കയറി. ജോലിയിൽ തന്നെ ഒരുപാട് സ്വിച്ചിങ്സ് സംഭവിച്ചു. എനിക്ക് പ്രൊമോഷനുകൾ കിട്ടി. ഒരു 10-12 വർഷത്തോളം ആ കരിയർ കണ്ടിന്യൂ ചെയ്തു. മറ്റൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്തു. അവിടെയും തരക്കേടില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതും ഒരു 6-7 വർഷമാകുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്തും ഒരാൾ സൂപ്പർ താരമായി നിലനിന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 23 വർഷത്തെ കണക്കാണ്. 23 വർഷം ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുക, ഒരു സൂപ്പർ താരമായി തുടരുക എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആളുടെ മനസ്സിലേക്ക്, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു മെയിൽ ആക്ടറിനെ കുറിച്ച് പറയാൻ വരുന്നു എന്ന് തോന്നും. കാരണം ഇന്ത്യൻ സിനിമയിൽ നായികമാരെന്ന് പറയുന്നത് കൂടിപ്പോയാലൊരു 5-6 വർഷം, അതും ഒരു ട്രെൻഡ് പോലെയാണ്. ഇപ്പോൾ രശ്മിക മന്ദാന ഒരു ട്രെൻഡ് പോലെ വന്നു. കുറേ നാൾ അവർ നായികയായിട്ട് അഭിനയിച്ചു. അവരിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരും ഈ പറയുന്ന ഒരു ഷെൽഫ് ലൈഫ് കഴിയുമ്പോഴേക്കും മറ്റ് കഥാപാത്രങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. അതിനൊരു മാറ്റമൊക്കെ ഇന്നത്തെ കാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിവുള്ള അഭിനേത്രിമാർ അവരിടുന്ന എഫേർട്ടിനനുസരിച്ച് ഒരു താരപദവിയിൽ തുടരുക എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 4-5 വർഷം കൂടുമ്പോൾ പുതിയൊരു നായിക വരും. പിന്നെ എല്ലാവരും ആ നായികയുടെ പുറകെ പോകും. ആ മുമ്പ് വന്ന നായിക അവർ ചിലപ്പോൾ ഒരു ചേച്ചി കഥാപാത്രത്തിലേക്കോ അമ്മ കഥാപാത്രത്തിലോ ഒക്കെ സ്വിച്ച് ചെയ്യുന്നത് നമ്മൾ കാണും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തൻ്റെ നായികയായുള്ള യാത്ര ആരംഭിച്ച നയൻതാര 2003 ഡിസംബർ മാസം 25 മനസ്സിനക്കരെ എന്നൊരു സിനിമ റിലീസാവുമ്പോൾ മലയാളികളുടെ മുന്നിലേക്ക് നയൻതാര എത്തി. ഡയാന കുര്യൻ അവർ സിനിമയിൽ കുറിച്ച പേരാണ് നയൻതാര. ഇന്ന് നയൻതാര എന്ന് പറയുന്നത് ഒരു അഭിനേത്രി എന്നല്ല നമ്മൾ പറയുക, നായിക എന്നല്ല നമ്മൾ പറയുക, സൂപ്പർ സ്റ്റാർ എന്നാണ്. ആ ഒരു പദവി വേണ്ട, അങ്ങനെ വിളിക്കേണ്ടതില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അത് വെറും വിളിപ്പേരുകൾ മാത്രമാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു പൊസിഷൻ്റെ അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയില്ലേ, അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളുടെ ഒരു നിരയെടുത്താൽ നയൻതാര അതിലുണ്ട്. ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതല്ല. ഈ ഒരു സ്റ്റാർഡത്തിലേക്ക് അവർ എത്തിയത് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ്. മനസ്സിനക്കരയ്ക്ക് ശേഷം മലയാളത്തിൽ കുറച്ച് സിനിമകൾ അവർ ചെയ്തു. അത് കഴിഞ്ഞ് തമിഴിൽ അവർ അരങ്ങേറ്റം കുറിക്കുന്നു. കന്നഡയിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് അവരുടെ സിനിമകൾ റിലീസാവുന്നു. കരിയറിൻ്റെ തുടക്കം നമ്മൾ എടുത്തു നോക്കാനാണെങ്കിൽ നായകന്മാരോടൊപ്പം ഒരു നായിക എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അതിനുശേഷം അവർ ഒരുപാട് ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്നു. ആ ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ പുഷും പുള്ളുമൊന്നുമല്ല, TV ചാനലുകളിലും അതുപോലെ സിനിമാ മാഗസിനുകളിലും വരുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളും അവഹേളനങ്ങളും, അതായത് എത്രയോ ജനറേഷൻ്റെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് നയൻതാര എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് ഇവിടെ സിനിമാ മാഗസിനുകളും TV പ്രോഗ്രാമുകളിലും ഒക്കെ ആളുകൾ അവരെ കുറ്റം പറയാനിരുന്നിട്ടുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള വളരെ മോശം കഥകൾ പ്രചരിപ്പിക്കാനും അതിന് കൂട്ടായിട്ടും ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൊബൈൽ ഫോണിൽ നമ്മൾ MMS ഒക്കെ അയച്ചു തുടങ്ങുന്ന സമയത്ത് വളരെ വിവാദകരമായ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ക്ലിപ്പുകളടക്കം അവരുടെ റിലേഷൻഷിപ്പുകളെ കുറിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വളരെ വേഗം സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവർ കേൾക്കേണ്ടി വന്നത് ചില്ലറയൊന്നുമല്ല. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയുടെ ആദ്യത്തെ ഒരു കടന്നുവരവ്, ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയംസിൻ്റെ ഒരു കടന്നുവരവോടുകൂടി അവിടെയും ആക്രമണങ്ങളുണ്ടായി. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലോങ് വീഡിയോസ് വെച്ചിട്ടുള്ള അവഹേളനങ്ങൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുമ്പോൾ ഷോർട്ട് വീഡിയോകൾ വെച്ചുള്ള ആക്രമണങ്ങൾ, ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ശരിയാണോ തെറ്റാണോ, അതിപ്പോൾ പ്രകടിപ്പിക്കേണ്ടതാണോ പിന്നെ പ്രകടിപ്പിക്കേണ്ടതാണോ എന്നൊന്നും ഫിൽറ്റർ ചെയ്യാതെയുള്ള വളരെ സഡനായിട്ടുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെയും അതിജീവിച്ചാണ് നയൻതാര ഒരു സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റപ്പെടുത്തലാണ് നയൻതാര ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് നയൻതാര വരുമ്പോൾ അവരുടെ സ്റ്റൈലിസ്റ്റ് വരും, അവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് വരും, അവരുടെ ഓരോ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ടീമായിട്ടാണ് വരുന്നത്. ഇത്രയും ആൾക്കാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. നയൻതാരയെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നയൻതാര ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട്. ആ സിനിമകളൊക്കെ വളരെ വലിയ സ്കെയിലിൽ തന്നെ ഇവിടെ വിറ്റഴിയുന്നുണ്ട്. നയൻതാരയെ വെച്ച് ചെയ്യുന്ന സിനിമകൾ നയൻതാരയുണ്ട് എന്നുള്ളതുകൊണ്ട് കാണാൻ പോകുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. നമുക്ക് ഇപ്പം നടന്മാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്ന സ്റ്റാറിനെ കൊണ്ട് നമുക്കൊരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ അതിന് അടുത്ത ടയറിലേക്കുള്ള ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് പോകാം, ജിഗാ സ്റ്റാറുകളിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. ഓരോ ലെവലിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഈ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അവർ ഓരോരുത്തരും അവരെ പ്ലേസ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രീമിയം ലെവലിൽ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള, തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണ് നയൻതാര. സോ
അതിനൊരു കോസ്റ്റ് ഉണ്ട്. അവരെ ആരും നൂലിക്കെട്ടി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ലാൻഡ് ചെയ്തതല്ല, ആരും വഴി പറഞ്ഞു കൊടുത്തിട്ടല്ല അവർ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അവരെത്തിയത്. ആ ഒരു യാത്രയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഒരു തിരുവല്ലക്കാരി പെൺകുട്ടിക്ക്, ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടിക്ക് എവിടുന്നാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഞാൻ നാടനല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്നാണ്. ജനിച്ചു വളർന്നത് ഇവിടെ അല്ല, കുറേ നാട് കണ്ടിട്ടുണ്ട്, കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നില്ലല്ലോ, കുറേ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഗുണം എപ്പോഴും ഉണ്ടാവും. നയൻതാര ജനിച്ചത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ വളർന്നത്. അവർ കണ്ടിട്ടുള്ള ജീവിതങ്ങളുണ്ട്, അതിൽ നിന്ന് അവർ ആർജിച്ചെടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ മാത്രം നിൽക്കുമ്പോൾ നമ്മൾ ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാവാണ്. നമ്മൾ എത്രത്തോളം സഞ്ചരിക്കുന്നു, എത്രത്തോളം നാടുകൾ കാണുന്നു, എത്ര മനുഷ്യരുമായി ഇടപഴകുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സെൽഫ് വാല്യൂവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. നമ്മൾ എവിടെ നമ്മൾ പ്ലേസ് ചെയ്യണമെന്നൊരു ധാരണ കിട്ടും. തൻ്റെ ജീവിതം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് നയൻതാര എന്ന് പറയുന്നത്. കരിയറിൻ്റെ തുടക്കകാലത്ത് അവർ ചെയ്തിട്ടുള്ള ഗ്ലാമറസ് റോൾസിനെ കുറിച്ച്, സ്ഥിരം ടിപ്പിക്കൽ യൂഷ്വൽ നായിക സങ്കല്പങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ അതായിരുന്നു. ആ സമയത്ത് നയൻതാരയുടെ കരിയറൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അപ്പോഴൊന്നും ഈ നായിക പ്രാധാന്യമുള്ള സിനിമകൾ അധികം ഇറങ്ങിയിരുന്നില്ല. 4-5 സിനിമകൾ ഇറങ്ങി. അതിൽ തന്നെ നമുക്കത് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയിട്ടേ ഞാൻ സിനിമ ചെയ്യൂ എന്ന് വിചാരിച്ചിരുന്നാൽ അത്തരം കഥാപാത്രങ്ങൾ കുറവായതുകൊണ്ടും അവസരങ്ങൾ കുറവായതുകൊണ്ട്, പിന്നെ നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാവണം, നമ്മുടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായി നിലനിൽക്കണം എന്നൊക്കെ പറയുന്ന കാരണങ്ങളുള്ളതുകൊണ്ട് കിട്ടുന്നത് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നയൻതാര ആ സമയത്ത് സ്വീകരിച്ചത്. അവർ തന്നെ പറയുന്നത് പോലെ അതെൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് നയൻതാര തന്നെ പറയുന്നത് പോലെ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് കുറവായിരുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായാൽ പോലും അവർ ഇത്ര രൂപ ബഡ്ജറ്റ് വെക്കും. അതൊരു നായക പ്രാധാന്യമുള്ള സിനിമയ്ക്ക് വെക്കുന്നതിനേക്കാൾ എത്രയോ കുറവാണ്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുപോക്കില്ലാത്ത രീതിയിലാണ് പ്രൊഡ്യൂസേഴ്സ് നിലപാടെടുക്കുക. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നയൻതാര തന്നെ പറയുന്നത് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സർട്ടൻ ഫാൻ ബേസ് ഉള്ള ആളുകളുടെ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഇത്രയും പണം മുടക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഫാൻ ബേസ് ആണ് തിയേറ്ററിലേക്ക് പ്രേക്ഷകരായി എത്തുക. അതിൽ നയൻതാര പറഞ്ഞൊരു ബ്രില്യൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അതങ്ങനെ പറയാൻ അവർ തയ്യാറായി എന്നുള്ളതും അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ നയൻതാരയുടെ തുടക്ക കാലഘട്ടങ്ങളിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും കൂടെ, അതായത് നായകന്മാരായ മുൻനിര ആളുകളോടൊപ്പമൊക്കെ നയൻതാര സിനിമകൾ ചെയ്തു. രജനീകാന്തിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് രജനീകാന്ത് ഫാൻസിലെ ഒരു വിഭാഗം നയൻതാരയെ ഇഷ്ടപ്പെടും. വിജയോടൊപ്പം അഭിനയിക്കുന്ന ഒരു സിനിമ റിലീസാകുമ്പോൾ വിജയ് ഫാൻസിൽ ഒരു വിഭാഗം നയൻതാരയുടെ ഫാൻസായിട്ട് മാറും. അജിത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെ, ധനുഷിനോടൊപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെ പല താരങ്ങൾക്കുമൊപ്പം അഭിനയിക്കും തോറും നയൻതാരയുടെ ഫാൻ ബേസും വലുതായി വരികയായിരുന്നു. അങ്ങനെ എനിക്കാ ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റാർഡം ബിൽഡ് ചെയ്തു. ഇറ്റ് വാസ് എ കോൺസ്റ്റൻറ്റ് ലേണിംഗ് പ്രോസസ്സ് എന്ന് നയൻതാര പറയുമ്പോൾ അന്ന് അവൈലബിൾ ആയിരുന്ന റിസോഴ്സിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് അവരവിടെ വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന സ്ഥിരം ഉപദേശം ഉണ്ടല്ലോ, ഒരു നായിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലം മാക്സിമം പോയാൽ 1 കൊല്ലം എക്സ്ട്രാ കിട്ടും. ആ സമയം കൊണ്ട് മാക്സിമം സിനിമകളിൽ അഭിനയിക്കുക, മാക്സിമം കാസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഒന്നേ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മറ്റു വേഷങ്ങളിലേക്ക് പോവുക. ഇതിനെ മറികടക്കണമെങ്കിൽ ഫാൻ ബേസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ട് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ടാണിത്, അവരുടെ ലേണിംഗ് പ്രോസസ്സിൻ്റെ റിസൾട്ടാണിത്. നയൻതാര പറയുന്നത് എല്ലായിടത്തും കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും സ്റ്റാർഡമില്ല. ആ സ്റ്റാർഡം ഇങ്ങനെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ നേടിയെടുക്കാൻ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും. എനിക്കൊരൊറ്റ ദിവസം കൊണ്ട് ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ്. അത് രണ്ടും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എന്ത് എഫേർട്ടാണ് നമ്മൾ ഇടേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ സർവൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എമേർജ് ചെയ്യേണ്ടതെന്ന് പറയുന്ന അതിനെക്കുറിച്ചുള്ളൊരു ധാരണ അവരിലുണ്ട് എന്നുള്ളതാണ് അവരൊരു ബ്രില്യൻറ്റ് സ്റ്റാറാക്കി മാറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നയൻതാരയുടെ കരിയറിൻ്റെ തുടക്കം മുതൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള മീഡിയ അറ്റാക്ക്, സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ അതിഭീകരമായിരുന്നു എന്ന്. അതിനെക്കുറിച്ച് അവർ പറയുന്നത്, എനിക്ക് 19, 20, 21 വയസ്സുള്ളപ്പോൾ കരിയറിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ നേരിട്ട ബോഡി ഷെയ്മിങ്, സ്ലട്ട് ഷെയ്മിങ്, അനാവശ്യ കോൺട്രവേഴ്സീസ്, ഇതൊക്കെ ആ പ്രായത്തിലുള്ള സിനിമയിൽ ഗോഡ് ഫാദേഴ്സ് അവകാശപ്പെടാനില്ലാത്ത ഒരു പെൺകുട്ടിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ബട്ട് ഐ വാസ് നെവർ റെഡി ടു ബി എ ഫെയിലിയർ. എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല എന്ന് പറയുന്നവരുടെ നിശ്ചയദാർഢ്യമുണ്ടല്ലോ. നയൻതാരയുടെ കരിയറിൻ്റെ തുടക്കകാലത്ത് അവരുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ആ സ്റ്റേജിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളോട് സംസാരിക്കുന്നത് പോലെ എന്നാണ്. കൃത്യം ധാരണയുണ്ട്, ഇതിങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പാടൂ.
അത് അവർ അന്ന് തീരുമാനിക്കുന്നുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് നയൻതാര എന്ന് പറയുന്ന സ്റ്റാറിനെ ബിൽഡ് ചെയ്യുന്നത്. സിനിമയിൽ അവരുടെ അതേ സമയത്ത് തന്നെ അവസരം കിട്ടിയിട്ടുള്ള എത്രയോ അഭിനേത്രിമാരുണ്ട്, എത്രയോ അഭിനേതാക്കളുണ്ട്. അതിൽ എത്ര പേർ പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചാൽ തന്നെ അതും 23 വർഷങ്ങൾക്കിപ്പുറം നയൻതാര എത്തി നിൽക്കുന്ന സ്റ്റാർഡവുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും വിജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന കുറ്റപ്പെടുത്തലല്ല പറയുന്നത്. ഈ ഒരു സ്റ്റാർഡം ലെവലിലേക്ക് വളരാൻ അവർ കാണിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതിനെക്കുറിച്ച് അവർ വീണ്ടും പറയുന്നത്, ഞാൻ മീഡിയാസ് ആവശ്യപ്പെടുമ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതികരണം എങ്ങനെ ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ അവരെന്നെക്കുറിച്ച് അനാവശ്യങ്ങൾ എഴുതാൻ തുടങ്ങി. പക്ഷേ എന്നെ ട്രിഗർ ചെയ്യാൻ അവരെത്ര ശ്രമിച്ചാലും എന്തൊക്കെ എഴുതിയാലും നടക്കില്ല. എനിക്ക് നേരിട്ട് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ തോന്നിയാൽ മാത്രം ചെയ്യാം, അല്ലാതെ ചെയ്യില്ല. നമ്മൾ ഇതുവരെ നോക്കുമ്പോഴും അവരുടെ ഈ നിലപാടിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. നയൻതാരയെക്കുറിച്ച് എന്തൊക്കെ കോൺട്രവേഴ്സീസ് വന്നു, അവരുടെ റിലേഷൻഷിപ്പുകളെക്കുറിച്ച്, അവരുടെ പേഴ്സണൽ ലൈഫിലേക്കാണ് ആളുകൾ കൂടുതലും ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒന്നും അവരൊരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വരുന്നത് ഒരു കുറവാണെന്നല്ല പറയുന്നത്, പക്ഷേ അവിടെയൊക്കെയും സ്ട്രോങ് ആയി നിൽക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമയിൽ ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളില്ലാത്ത ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൾ അത്രയും സ്ട്രോങ് ആയി ആ സിറ്റുവേഷനിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ്. ഇതൊരു പ്രൊഫഷനാണെന്നും എൻ്റെ ഈ യാത്രയിൽ ഇത്തരം തിരിച്ചടികൾ ഞാൻ നേരിടേണ്ടി വരും, എന്നാലും ഞാൻ പിടിച്ചു നിൽക്കണം എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. നയൻതാരയുടെ വിജയങ്ങളെക്കുറിച്ച് അവർ തന്നെ പറയുന്നൊരു കാര്യം, നയൻതാര വിജയിക്കുന്നത് കാണുമ്പോൾ, അവർ സക്സസ്ഫുൾ ആവുന്നത് കാണുമ്പോൾ, അവരൊരു വലിയ സ്റ്റാറായി മാറുന്നത് കാണുമ്പോൾ അവിടെ അതിന് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കായിരിക്കുമെന്നാണ്. കാരണം അതൊരു പേഴ്സണൽ വിൻ പോലെയാണ് ഫീൽ ചെയ്യുക. എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിലും അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എടുക്കേണ്ടിയിരുന്ന തീരുമാനങ്ങൾ അവളെങ്കിലും എടുത്ത് അവൾ വിജയിച്ച് മുന്നേറുന്നത് കാണുമ്പോൾ അപ്പോൾ ഇത് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ്റെ പുറത്ത് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെ മുമ്പിലാണ് നയൻതാര പറയുന്നത്, ഐ ടുക്ക് ദിസ് ഡിസിഷൻ ആൻഡ് ഐ ക്യാൻ ഡൂ ദിസ്. അത് കാണുമ്പോൾ അന്ന് ആ തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ അവരുടെ മക്കളെ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കി വളർത്താൻ പറ്റും. അവിടെയാണ് നയൻതാരയുടെ വളർച്ച നമ്മളൊരു സിനിമാ താരത്തിൻ്റെ സക്സസ് എന്നതിലും അപ്പുറം നോക്കി കാണുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന മോശം സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പേര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നയൻതാരയും അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അത്തരം മോശം ട്രീറ്റ്മെൻറ്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അത്തരം മോശം ട്രീറ്റ്മെൻറ്റുകൾ നേരിടുന്ന ആളുകളെ കാണേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ്. പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റേതെങ്കിലും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു അഭിനേത്രി വരികയാണെങ്കിൽ അവർക്കിവിടെ വല്ലാത്തൊരു റെസ്പെക്റ്റും ഒരു നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് കിട്ടുക. പക്ഷെ മലയാളത്തിൽ നിന്ന് തന്നെയുള്ള അഭിനേത്രിമാർ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് അത്ര ഒരു റെസ്പെക്റ്റ് കിട്ടാറില്ല. എന്നാൽ അതേസമയം തമിഴ്, തെലുങ്ക് പോലെയുള്ള മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് അവിടുത്തെ സിനിമകളുടെ ഭാഗമാകാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു നല്ല റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. കരിയറിൻ്റെ തുടക്കത്തിൽ അവർ കണ്ടനുഭവിച്ചിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങൾ അവരെ കൊണ്ട് അന്നേ ഉള്ളിലൊരു തീരുമാനം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ മാറ്റം വരണം. പക്ഷേ ആ മാറ്റം അന്നത്തെ നയൻതാര ആജ്ഞാപിച്ചാലോ അന്നത്തെ നയൻതാര ആവശ്യപ്പെട്ടാലോ റിക്വസ്റ്റ് ചെയ്താലോ ഒരിക്കലും നടപ്പിലാവുന്നതായിരുന്നില്ല. കാരണം അത്രമാത്രം പാട്രിയാർക്കലായിട്ടുള്ള വിഴുപ്പുകൾ പേറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഒരു മാറ്റം ഒരു സ്ത്രീക്ക് കൊണ്ടുവരണമെങ്കിൽ അവൾ ആദ്യം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തണം. ആ ഒരു തീരുമാനം അന്നേ അവരെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പല അഭിനേത്രിമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നയൻതാര നായികയെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരോട് പറയും, ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്നത് കണ്ടാൽ, സ്ത്രീയോടെന്നല്ല നമ്മുടെ സെറ്റിലുള്ള ഒരാളോട് വളരെ മോശമായി പെരുമാറുന്നത് കണ്ടാൽ നയൻതാര അത് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യാനും അങ്ങനെ മോശമായി പെരുമാറുന്ന ഒരാൾ നാളെ മുതൽ എൻ്റെ സെറ്റിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കാനും കഴിയുന്നൊരവസ്ഥയിലേക്ക് നയൻതാര വളരണം എന്നുള്ളത് അവരന്ന് തീരുമാനിച്ചതാണ്. വിമൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ഫേസ് ഓഫ് ചേഞ്ച് എന്നാണ് നയൻതാര അതിനെക്കുറിച്ച് പറഞ്ഞതല്ല പ്രവർത്തിച്ചത്. നയൻതാരയുടെ ആ ഒരു യാത്രയിൽ എൻ്റെ ഒരു +2 ഡിഗ്രി സമയത്തൊക്കെ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ കേട്ടു. ഏതോ ഒരു ഘട്ടത്തിൽ നയൻതാര ഇനി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ലായിരിക്കും. അതായത് അവരുടെ സിനിമകളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല, അവർ ഏത് ഫേസിലൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുമായിട്ട് നമുക്ക് എപ്പോഴും അഭിനേത്രിമാർ അല്ലെങ്കിൽ അഭിനേതാക്കൾ എന്ത് ചെയ്യുന്നു നോക്കി നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഞാൻ റേഡിയോ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞു. നയൻതാര സീതാദേവിയായിട്ട് അഭിനയിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. നയൻതാര സീതാദേവിയായിട്ട് അഭിനയിക്കുമോ, എന്താണത് അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം ആ സിനിമയിൽ ഒരു പാട്ട് നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തൊരു പാട്ട് അങ്ങനെ ഇരുന്ന് കേട്ടു, കുറേ ആവർത്തി കേട്ടു. ആ പാട്ട് കേൾക്കുമ്പോഴൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ ആ സീനിൽ നയൻതാരയെ കാണുമ്പോൾ കിട്ടുന്നത് അതുവരെ ഇല്ലാതിരുന്നൊരു വൈബായിരുന്നു. ആ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറി. അവരുടെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് കൊടുത്ത സിനിമയായിട്ട് ആ സിനിമ മാറുകയായിരുന്നു. അതായത്
അത്രയും നാൾ ഇവളൊന്നും സീതാദേവിയായിട്ട് അഭിനയിക്കരുത് എന്ന് ആക്രോശിച്ച ആളുകൾ പോലും നയൻതാരയെ കാണുമ്പോൾ തൊഴുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരിലെ പ്രതിഭയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഷീ മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് ആക്ട്രസ് ഔട്ട് ദെയർ, പക്ഷേ അവർ തന്നെ പറയുന്ന പോലെ അവരിവിടെ ഉണ്ട്. അവരിത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയൻതാരയുടെ തിരിച്ചുവരവും അവരുടെ സക്സസ്സും അത് പല ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മൾ നയൻതാരയുടെ ഓരോ സിനിമ ഹിറ്റാവുന്ന സമയത്തും അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്തും അവർ സെറ്റിൽ ഇങ്ങനെയാണ്, അവരങ്ങനെയാണ്, അവരിതാണ്, അവർ അങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് നയൻതാര തന്നെ പറയുന്നത് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് അവരോടൊപ്പം തുടങ്ങിയ അല്ലെങ്കിൽ അവർക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള ചില മെയിൽ ആക്ടേഴ്സ് പോലും ഇന്നും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയൻതാര ഈ സ്റ്റാർഡത്തിൽ എത്തുകയും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് കുറേ ആളുകളെ അലോസരപ്പെടുത്തും. പക്ഷേ അവിടെയും നയൻതാരയുടെ പഴയ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരിക്കലും ഒരു ഫെയിലിയർ ആവാൻ റെഡി അല്ലായിരുന്നു. അവർ പറഞ്ഞ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഐ മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ്, ഐ മൈറ്റ് നോട്ട് ബി ദ best of the performers, I might not be the best of the dancers, but I am here. ഞാനിവിടുത്തെ ഏറ്റവും നല്ല പെർഫോമർ ആയിരിക്കില്ല, ഞാനിവിടുത്തെ ഏറ്റവും നല്ല ഡാൻസറോ ഏറ്റവും നല്ല ആക്ടറോ ആയിരിക്കില്ല, പക്ഷേ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉള്ളിടത്തോളം ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയുമെന്ന് പറയുന്ന ആ ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അത് നമുക്ക് ഏത് മേഖലയിലും നമുക്കൊക്കെ ലൈഫിലേക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ബെസ്റ്റ് യൂട്യൂബർ ആയിരിക്കില്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയോ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയോ ആയിരിക്കില്ല, പക്ഷേ ഞാനിവിടെ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് ഞാനിതിൽ ചെയ്യും. എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ ഞാൻ കൃത്യമായി വിനിയോഗിക്കും. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ ഞാനിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പോരാടും എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ്, എന്നെ മുന്നോട്ടുള്ള പോക്ക്. നയൻതാരയുടെ ആ യാത്രയാണ് അവരിന്ന് എത്തി നിൽക്കുന്ന പൊസിഷനുള്ള കാരണം. നയൻതാരയുടെ വിവാഹം അത് വരുമ്പോഴും ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് പല പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഒരു വ്യക്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അവർക്ക് ഇഷ്ടമുള്ള അവരെ ഇഷ്ടമുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് കഥകൾ മെനഞ്ഞുകൊണ്ട് അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്നു. പക്ഷേ അവിടെയും അവർ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നിട്ടില്ല, ആവശ്യമില്ലാത്ത ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ നിന്നിട്ടില്ല. അവരുടെ വിവാഹം അതിഗംഭീരമായി നടന്നു. അവരുടെ ജീവിതത്തിലേക്ക് 2 കുഞ്ഞുങ്ങൾ വരുന്നു. അതിനെക്കുറിച്ചും കോൺട്രവേഴ്സീസ്. ലോകത്ത് ആരും ചെയ്യാത്ത എവിടെയും നടക്കാത്ത കാര്യമല്ല നയൻതാര ചെയ്തത്. പക്ഷേ നയൻതാരയെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അമ്മയാവാൻ പറ്റുക, അത് നമ്മുടെ സമൂഹം അംഗീകരിച്ച് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഒരുപാട് ആക്രമണങ്ങൾ ആ സമയത്ത് വന്നു. അവിടെയും അനാവശ്യമായ മറുപടികൾ കൊടുക്കാനോ കോൺട്രവേഴ്സീസിന് മരുന്നൊഴിക്കാനോ ഒന്നും നയൻതാര ശ്രമിച്ചിട്ടില്ല. വിവാഹത്തിന് ശേഷം അമ്മവേഷങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ കരിയർ തന്നെ ഇല്ലാതാവുകയോ ചെയ്യുന്ന അഭിനേത്രിമാരുള്ള ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നയൻതാര ഇവിടെ വേറിട്ട് നിൽക്കുന്നത് അവരിന്നും സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ്. അവരിന്നും നായികയായി തന്നെയാണ് തുടരുന്നത്. തൻ്റെ ടാലൻ്റ് എന്താണ് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ്, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഒരിക്കലും വിട്ടുകൊടുക്കാത്ത, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത ആറ്റിറ്റ്യൂഡ്, ആസ് എ ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്യുന്ന അവരുടെ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും ഈവൻ അവരുടെ ചിരി, നടപ്പ്, നിപ്പ്, നോട്ടം, എല്ലാത്തിലും അവർ പുലർത്തുന്ന പ്രൊഫഷണലിസം, അതാണ് നയൻതാര. ഏത് തരം വേഷങ്ങളും തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ നയൻതാര എന്ന ഒറ്റ ബ്രാൻഡ് വെച്ച് മാത്രം പ്രൊമോട്ട് ചെയ്യപ്പെടുകയും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്ത നയൻതാര എന്ന ബ്രാൻഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും സ്ട്രോങ് ആയ ബ്രാൻഡുകളിലൊന്നാണ്. നായിക പ്രാധാന്യമുള്ള സിനിമകൾ എന്ന് പറയുന്നതിനേക്കാൾ ഫീമെയിൽ ലെഡ് കൊമേഴ്ഷ്യൽ സിനിമകൾ, അത് കൊമേഴ്ഷ്യലി വയബിളാണ് എന്ന് ഏറ്റവും കൂടുതൽ തവണ പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ്. തൻ്റെ കരിയറിൻ്റെ ഓണർഷിപ്പ് മറ്റാർക്കും കൊടുക്കണ്ടാത്ത, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന തൻ്റെ ജൈത്രയാത്ര ഇന്നും തുടരുന്ന നയൻതാര. ഷീ ഈസ് നോട്ട് എ ട്രെൻഡ്. നമ്മൾ പല അഭിനേതാക്കളെയും കാണുന്നത് അങ്ങനെയാണ്. അവരൊക്കെ ഒരു ട്രെൻഡാണ്, ഒരു പെർട്ടിക്കുലർ ടൈം, അത് കഴിയുമ്പോൾ പോവുമായിരിക്കും, അതാണായാലും പെണ്ണായാലും. പക്ഷേ നയൻതാര ഇസ് നോട്ട് എ ട്രെൻഡ്. അതൊരു ലോങ് ലാസ്റ്റിംഗ് പ്രസൻസ് ആണ്, കൃത്യമായി ബിൽഡ് ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ പ്രസൻസ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി വരാനിരിക്കുന്ന 2 ഇൻഡസ്ട്രികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 വലിയ പ്രൊജക്റ്റുകളിലും നയൻതാര ലീഡ് പൊസിഷനിലുണ്ട്. ടോക്സിക് ആൻഡ് പാട്രിയറ്റ്. അവരുടെ മുന്നോട്ടുള്ള കരിയറിനും വലിയ വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.